ഇതാണ് എന്റെ പ്രോബ്ലം. ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് ഇങ്ങനെ വിക്ക് പോലെ വരുന്നതാണ്. അവർ പറഞ്ഞത് ഇപ്പം ഞാൻ ഭയങ്കര നെർവസും കൊണ്ടാണ് എനിക്കിങ്ങനെ വിക്ക് പോലെ വരുന്നതെന്നാ പറഞ്ഞത്. അങ്ങനെയല്ല മാം, അതൊരു മിത്താണ്. മാം സ്റ്റെപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം മാം ആൻഷ്യസും നെർവസും ഒക്കെ ആവുന്നത്. ഫസ്റ്റ് നമുക്കൊരു അസസ്മെന്റ് ചെയ്യാം. ഇതൊരു സെൽഫ് റിപ്പോർട്ട് ടൂൾ ആണ്. OASIS, ഓവറോൾ അസസ്മെന്റ് ഓഫ് സ്പീക്കേഴ്സ് എക്സ്പീരിയൻസ് ഓഫ് സ്റ്റട്ടറിംഗ്. സോ ഇത് സ്റ്റട്ടറിംഗ് എത്രത്തോളം മാമിന്റെ പേഴ്സണൽ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ മാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു. മാം, എനിക്കറിയാം ഇത്രയും കാലം മാമിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സ്റ്റട്ടറിംഗ് നമ്മുടെ സ്പീച്ചിന് മാത്രമല്ല, നമ്മുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ കോൺഫിഡൻസ്, ഇതിനെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന് മാമിന് എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീച്ച് തെറപ്പിസ്റ്റ് മാത്രമല്ല, ഫാമിലി സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. ഇതുവരെ എനിക്ക് ഒരാൾ പോലും എന്നെ മനസ്സിലാക്കിയ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നൗ ഐ ഫീൽ ഹേർഡ്. താങ്ക് യു ഫോർ ഇറ്റ്. നമുക്ക് തെറപ്പി ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ മാം, നമ്മൾ കഴിഞ്ഞ 2-3 സെഷനിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ടെക്നിക്ക് ഉപയോഗിച്ച് ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ഇങ്ങനെ പറയാം, നമ്മൾ പറയുന്ന വേർഡിന്റെ ഫസ്റ്റ് സൗണ്ട് ഒന്ന് പ്രൊലോങ് ചെയ്ത് പറയണം. റെഡി? ഓക്കെ. എന്റെ പേര് മാർവ. ഇപ്പൊ പാരന്റ്സ് എങ്ങനെയുണ്ട്? ഇപ്പൊ പാരന്റ്സ് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആണ്.